യെസ്, അങ്ങനെ കാന്താര ചാപ്റ്റർ 1 എ ലെജൻഡ് കണ്ടിരിക്കുകയാണ്. റൈറ്റർ, ഡയറക്ടർ, ആക്ടർ ഋഷഭ് ഷെട്ടി, ദ മാൻ, ദ മിത്ത് ആൻഡ് ദ ലെജൻഡ് ഓഫ് സാൻഡൽവുഡ് ആൻഡ് ഓഫ് ഇന്ത്യൻ സിനിമ ഇറ്റ് സെൽഫ്. കിടിലം പടം, ഒരു രക്ഷയില്ല. ഞാൻ ഈ വർഷം എന്നല്ല ഇതേവരെ കണ്ടിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്ത്യൻ മൂവീസ് ദാറ്റ് ഹാവ് എവർ റിലീസ്ഡ് എന്ന് പറയേണ്ടി വരും. എവറി ഡിപ്പാർട്ട്മെന്റ്, അതിന്റെ സ്റ്റോറി ആയിക്കോട്ടെ, അതിന്റെ സ്ക്രീൻ പ്ലേ ആയിക്കോട്ടെ, അതിലത്തെ ഡയറക്ഷൻ ആയിക്കോട്ടെ, ആർട്ട്, മ്യൂസിക്, സിനിമാറ്റോഗ്രാഫി, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും മോഡേൺ മൂവീസ് വരുത്തിയിട്ടുള്ള ബാരിയേഴ്സിനൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു കൺവെൻഷണൽ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്സ് ഒരു പുതിയൊരു മോഡേൺ ഓഡിയൻസിന്റെ ഇതിലേക്ക് എത്തിക്കാനും, അതുപോലെ തന്നെ പ്രേക്ഷകരെ തുടക്കം മുതൽ അവസാനം വരെ ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു എപ്പിക് സ്റ്റോറി ലൈനിൽ ഇമ്മേഴ്സ് ചെയ്ത് പിടിച്ചെടുത്താനും ഋഷഭ് ഷെട്ടി എടുത്ത എഫേർട്ട് ഹാസ് ഡ്യൂലി പെയ്ഡ് ഓഫ്. ഈ ഒരു പടത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട് ആൻഡ് ഇറ്റ് ഡിസേർവ്സ് എ 2-3 hour ഡിസ്കഷൻ. പക്ഷെ അത്ര ടൈം നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കാരണം ലെറ്റ്സ് നോട്ട് ഗെറ്റ് അഹെഡ് ഓഫ് അവർ സെൽവ്സ് ആൻഡ് സ്റ്റാർട്ട് വിത്ത് ദ പോസിറ്റീവ്സ്. ഒന്നാമത്തെ പോസിറ്റീവ് ഓഫ് കോഴ്സ് ഇതിന്റെ സ്റ്റോറിയും സ്ക്രീൻ പ്ലേയും തന്നെയാണ്. കാന്താര 1 2022 ഇറങ്ങുന്ന ടൈമിൽ അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിലീസ് മാത്രമേ ഉണ്ടായിരുന്ന ഒരു പടമായിരുന്നു. കന്നഡയിൽ മാത്രം ഇറങ്ങിയിട്ട് പിന്നെ അതിന്റെ 2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് ഇവിടെ കേരളത്തിൽ വളരെ ലിമിറ്റഡ് റിലീസ് ആണെങ്കിൽ കൂടി അവർ റിലീസ് ചെയ്തത്. ആൻഡ് ഞാൻ ആ പടം തിയേറ്ററിൽ പോയി കണ്ട പടമായിരുന്നു ആൻഡ് ഐ റിയലി ലവ്ഡ് ഇറ്റ്, എസ്പെഷ്യലി ദാറ്റ് ക്ലൈമാക്സ് സീക്വൻസ് വിച്ച് സ്റ്റിൽ ഗിവ്സ് മീ ഗൂസ് ബംസ്. പക്ഷെ ആ പടം നമ്മൾ ഇന്ന് റീവാച്ച് ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ടിപ്പിക്കൽ ഫിലിം. പക്ഷെ ഈ പടം വന്നപ്പോൾ നമുക്ക് മനസ്സിലാവും കാന്താര 1-നെ അത്രയും ഗ്രേറ്റ് ആക്കിയിട്ടുള്ള എല്ലാ എലമെന്റ്സും ഈ ഋഷഭ് ഷെട്ടി എന്നുള്ള ആ ഒരു വ്യക്തി 1000 മടങ്ങ് ഇൻക്രീസ് ചെയ്തിട്ടാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ തന്നിട്ടുള്ളത്. അതിന്റെ സ്റ്റോറി ടെല്ലിംഗ് എടുത്തു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിലത്തെ സ്റ്റോറി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഫസ്റ്റ് പാർട്ടിൽ കണ്ടിട്ടുള്ള അതിന്റെ ഒരു ലോറ് പോലെയാണ്. അതായത് എന്താണ് അതിന് മുമ്പ് സംഭവിച്ചത് എന്ന് പറയുന്ന ഒരു കഥയാണ്. ആൻഡ് ആ ഒരു കഥ പറഞ്ഞു പോയിട്ടുള്ളതും വളരെ സാധാരണമായ വളരെ ഒഴുക്കുള്ള ഒരു രീതിയിലായിരുന്നു. പക്ഷെ അത്രയും ഏൻഷ്യന്റ് ആയിട്ടുള്ള ലോറും മിത്തും ഈ റിലീജിയനും ഒക്കെ ഒരു പുതുമയായിട്ടുള്ള ഒരു ഓഡിയൻസിന് വേണ്ടി പ്രസന്റ് ചെയ്യുമ്പോൾ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് എഫേർട്ട് ആൻഡ് ഒരുപാട് ചാൻസ് ഉണ്ട് അത് പാളിപ്പോവാനായിട്ട്. പക്ഷെ ഋഷഭ് ഷെട്ടി എന്ന വ്യക്തി അയാൾ അതിനെക്കുറിച്ച് അത്രത്തോളം റിസർച്ച് നടത്തിയിട്ടുണ്ട്. അയാൾ അതിനെക്കുറിച്ച് അത്രത്തോളം ഇരുന്ന് പണിയെടുത്തിട്ടുണ്ട് ആ സ്ക്രിപ്റ്റ് എഴുതാനായിട്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു പടത്തിന്റെ ക്ലൈമാക്സ് പോർഷൻ ഒക്കെ ആകുമ്പോൾ ഒരു ഫിഗർ വരുന്നുണ്ട് ആൻഡ് ആ ഫിഗർ ഒരു ഗുഹയുടെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനത്തെ ഒരു ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് എനിക്കറിയുന്ന ഒരു സാർ എന്നോട് ആ ഒരു ലോറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇത് ശിവൻ പാർവതി ദേവിയുടെ ഇയാൾക്ക് മുടി കോർക്കാൻ കൊടുത്തിരിക്കുകയായിരുന്നു. ആൻഡ് ശിവൻ വന്നാൽ മാത്രമാണ് അയാൾക്ക് ഒരു റിഡംഷൻ അല്ലെങ്കിൽ ഒരു ഫ്രീഡം കിട്ടുള്ളൂ അത്ര. എനിക്കത് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഈ സാറ് എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഓ ഡാം, അത്രത്തോളം ഡീപ്പായിട്ടുള്ള മിത്തോസും ലോസും റിലീജിയനും ഒക്കെ കൂടി വളരെയധികം ഫാക്ച്വലി റിസർച്ച് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ആ ഒരു കഥയുടെ ആ ഒരു പ്ലോട്ടിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഋഷഭ് ഷെട്ടി. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ സ്റ്റോറിയും സ്ക്രീൻ പ്ലേയും ഈ ഒരു പടത്തിൽ അത്രയധികം തിളങ്ങി നിൽക്കുന്നത്. രണ്ടാമത്തെ പോസിറ്റീവാണ് ഇതിലത്തെ പെർഫോമൻസസ്. ഓഫ് കോഴ്സ് മാൻ, ഋഷഭ് ഷെട്ടി ഗിവ് ദിസ് മാൻ എ നാഷണൽ അവാർഡ് ഓൾറെഡി. ഫസ്റ്റ് പടത്തിലെ ആ ഒരു ലാസ്റ്റ് ക്ലൈമാക്സ് പോർഷൻ കണ്ടാലേ അറിയാളുടെ റേഞ്ച് എന്താണെന്ന്. ആൻഡ് ഹി ഡിസേർവ് ദ നാഷണൽ അവാർഡ് ഫോർ ദാറ്റ് ഇയർ ഇൻ ദാറ്റ് സിംഗിൾ സീൻ അലോ. ആ പെർഫോമൻസിന് കൊടുക്കാത്ത അവാർഡായിരുന്നു ചില പുഷ്പുകൾക്കും പൂക്കൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ദാറ്റ്സ് എൻറ്റയർലി അനദർ ഡിസ്കഷൻ. ബട്ട് സീരിയസ്ലി മാൻ, ഗിവ് ദിസ് മാൻ എ നാഷണൽ അവാർഡ്. കാരണം അയാൾ ചെയ്യേണ്ട മാക്സിമം പീക്ക് പെർഫോമൻസ് അയാൾ ഈ ഒരു 5 വർഷം കൊണ്ട്, അതായത് കാന്താര 1-ലും കാന്താര 2-ലും അയാൾ അഭിനയമായിട്ടിട്ടുള്ള എഫേർട്ടിൽ അയാൾ ചെയ്തു തീർത്തിട്ടുണ്ട്. ഫസ്റ്റ് പടത്തിൽ അങ്ങേര് ഒരു സാധാരണ ഒരു ആക്ഷൻ ഹീറോ സംഭവമാണ് പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിൽ പക്ക ഒരു 1-man ഷോ ആണ് അങ്ങേരുടെ. അതായത് ആളുടെ ആ ഒരു ഇൻട്രോ സീക്വൻസ് മുതൽ ആ ഒരു ക്ലൈമാക്സ് വരെ അങ്ങേരുടെ ആ ഒരു ജേണി, ആൾ ആ ഒരു ക്യാരക്ടറിനെ കൊണ്ടുപോയിട്ടുള്ള രീതി, ഇറ്റ്സ് അമേസിങ്. ഒന്ന്, ഈ ഒരു പ്രീ ഇന്റർവെൽ ഒരു 40 മിനിറ്റ് മുമ്പ്, അതായത് പടം കഴിയുന്ന 40 മിനിറ്റ് മുമ്പുള്ള ഒരു സീൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പടത്തിന്റെ ക്ലൈമാക്സ്, ഈ ഒരു 2 സീക്വൻസ് സൈഡ് ബൈ സൈഡ് ആയിട്ട് വെച്ച് നോക്കിയാൽ മതി, യു നോ ദാറ്റ് ദിസ് മാൻ ഡിസേർവ്സ് ദ നാഷണൽ അവാർഡ്. പിന്നെ രുക്മിണി വാസന്തും ജയറാമും രണ്ടുപേർക്കും നല്ല സൂപ്പർ റോളായിട്ട് കിട്ടിയിട്ടുള്ളത്. അതായത് ഒരു ടിപ്പിക്കൽ ഫീമെയിൽ ഹീറോ സംഭവം പിടിക്കാണ്ട് ഒരു നല്ലൊരു ഡെപ്തുള്ള റോള് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പെണ്ണിന്. മാത്രമല്ല മേട്ടൻ ഒരുപാട് കാലത്തിന് ശേഷം ജയറാം ഇത്ര നന്നായിട്ട് അഭിനയിക്കണമെന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവര് മാത്രമല്ല, എവ്രിബഡി, ഋഷഭ് ഷെട്ടി പോലത്തെ മെയിൻ കാസ്റ്റ് മുതൽ ഈ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുള്ള ഓരോ ജൂനിയർ ആർട്ടിസ്റ്റുകൾ പോലും ദേ ഹാവ് ഡൺ എ റിയലി ഗുഡ് ജോബ്. മൂന്നാമത്തെ എലമെന്റാണ് ഇതിലത്തെ ഫിലിം മേക്കിംഗ്. സിനിമാറ്റോഗ്രാഫി ബൈ അരവിന്ദ് കശ്യപ്. അങ്ങനെ തന്നെയാണ് 777 ചാർലി പോലത്തെ നമ്മുടെ അക്ഷയ് ഷെട്ടിയുടെ പടവും അതുപോലെ തന്നെ കാന്താരയുടെ ഫസ്റ്റ് പാർട്ടും ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് എന്തൊരു ഫ്രെയിംസ് ആണ് മാൻ. അതായത് ഇത്രയും എത്തീരിയൽ ആയിട്ടുള്ള ഒരു ഫ്രെയിംസ്, ഇത്രയും എത്തീരിയൽ ആയിട്ടുള്ള ഒരു വിഷ്വൽസ് ഒരു പടത്തിലൂടെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിലത്തെ ഓരോ ഷോട്ടും ഫ്രെയിം ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് തിങ് ഈസ് മ്യൂസിക് ആൻഡ് സൗണ്ട് മിക്സിംഗ്. അജനീഷ് ബി ലോകനാഥ് എന്നുള്ള വ്യക്തിയാണ് ഇതിലത്തെ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരുപാട് പടങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഐ വിൽ ടെൽ യു ദിസ് വൺ തിങ്, ഒരു പടത്തിന് പോലും ഈ ഒരു പടം എൻ്റെ ഉള്ളിൽ വോക്ക് ചെയ്തിട്ടുള്ള ഗൂസ് ബംസിന്റെ അളവ് മാച്ച് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു പടം ഫുൾ ടൈം, അത് തുടക്കം മുതൽ അവസാനം വരെ കാണുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് രോമാഞ്ചം വന്നു. ഞാൻ തന്നെ വളരെയധികം ഞെട്ടിപ്പോയി. കാരണം എനിക്ക് അത്രത്തോളം കണക്റ്റഡ് ആയി തോന്നുന്ന ഒരു ഫിലിംസിനോട് മാത്രമാണ് എൻ്റെ ബോഡിയിൽ തന്നെ ഗൂസ് ബംസ് ഉണ്ടാവുക. പക്ഷേ ഈ ഒരു പടം കാണുമ്പോൾ ലിറ്ററലി തുടക്കം മുതൽ അവസാനം വരെ
ഫുൾ ഗൂസ് ബംസ് ആയിരുന്നു. ആൻഡ് ഐ തിങ്ക് ദ മെയിൻ റീസൺ ഈസ് അജനീഷ് ബി ലോകനാഥ് സ്കോർ. അങ്ങനെ ഇതിൽ ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം, അതായത് ആ ഒരു അത്രയും ഡിവൈൻ ആയിട്ടുള്ള, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അത്രയും ഗോഡ്ലി പ്രസൻസ് ഇൻഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് മ്യൂസിക് ആണ്. സോ സ്കോർ വാസ് ഓൾസോ റിയലി ഗുഡ്. പിന്നെയാണ് ആർട്ട് ഡിപ്പാർട്ട്മെന്റും ഇതിന്റെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റും. കാന്താര 1 അവർ കുറച്ചുകൂടി മോഡേൺ ആസ്പെക്ട്സിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു പടം എത്രത്തോളം കമ്പലിംഗ് ആയിരുന്നത്. അതായത് ഒരു പഴയൊരു ലോറും ഒരു പുതിയൊരു സമൂഹത്തിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ള രീതിയായിരുന്നു. പക്ഷെ ഇതിലങ്ങനെയല്ല. ഇതില് ഒരു പഴയ സമൂഹം, ഒരു ട്രൈബൽ സൊസൈറ്റി, അന്ധകാലത്തെ ഒരു കഥയാണ്. അപ്പൊ ആ ഒരു കഥാപശ്ചാത്തലത്തിന്റെ ആ ഒരു എസ്തെറ്റിക്സും ആ ഒരു തനിമയും ആ ഒരു ബ്യൂട്ടിയും ഇതൊക്കെ നല്ല സൂപ്പറായിട്ട് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് കൺസീവ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ഡിസൈൻ, കോസ്റ്റ്യൂം, പ്രോപ്സ് ഒക്കെ ഒരു സ്ഥലത്ത് പോലും ആ സ്റ്റോറി വേൾഡിൽ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ഇമേഷൻ ബ്രേക്ക് ചെയ്യുന്നില്ല. പിന്നെ വി എഫ് എക്സിനെ കുറിച്ച് ഒന്നും പറയാനില്ല. നിങ്ങൾ ഈ അടുത്ത് ഇറങ്ങിയിട്ടുള്ള ബിഗ് ബഡ്ജറ്റ് ഫിലിംസ് എടുത്ത് നോക്കിയാൽ അറിയാം എത്രത്തോളം വി എഫ് എക്സിൽ അവർ പണിയെടുത്തിട്ടുണ്ടെന്ന്. വെറുതെ 250 കോടി 500 കോടി മുടക്കി അതിലത്തെ പകുതി പൈസയും നടന്മാർക്ക് കൊടുക്കണമെങ്കിൽ അവർ പടത്തിലേക്ക് ഫോക്കസ് ചെയ്യട്ടെ. ഇപ്പൊ റീസെന്റ് ഇറങ്ങിയിട്ടുള്ള ആദിപുരുഷ്, മൊണ്ണപ്പ, വാർ 2 ഇതിന്റെ ഒക്കെ ബഡ്ജറ്റിനൊക്കെ എത്ര പൂജ്യം ഉണ്ടെന്ന് അറിയോ? പക്ഷെ ആ ഒരു പൂജ്യത്തിന്റെ വില പോലും അതിലത്തെ വി എഫ് എക്സിനെ അവർ കൊടുത്തിട്ടില്ല. ഈ ഒരു പടം ഒരു 125 കോടിയുടെ ക്യാൻവാസ് എടുത്തിട്ട് പോലും അതിലത്തെ ഒരു പൈസയും ഒരു ഡിപ്പാർട്ട്മെന്റിലും വേസ്റ്റ് ആക്കാണ്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൽ ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുന്നതാണ് അതിലത്തെ വി എഫ് എക്സ്. ഇതിന്റെ പ്രീ ഇന്റർവൽ ബ്ലോക്ക് ആയിട്ട് ഒരു ടൈഗറിന്റെ ഒരു സീൻ വരുന്നുണ്ട്. ആ ടൈഗറിനെ കണ്ടപ്പോൾ ശരിക്കും നമുക്ക് തന്നെ ഒരു ഗോഡ്ലി പ്രസൻസ് തോന്നും. എനിക്കൊന്നും ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് ടൈഗർ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു പുലിമുരുകനിലായിരുന്നു. ആൻഡ് അത് വി എഫ് എക്സ് ഒന്നും ആയിരുന്നില്ല, അത് റിയൽ ലൈഫ് ടൈഗർ ആയിരുന്നു. പക്ഷെ ഇതിൽ അവർ അത്രത്തോളം ക്ലോസ്ലി ആക്യുറേറ്റ് ആയിട്ടാണ് ആ ടൈഗറിനെ ഡെപ്പിക്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഒറ്റ സീൻ കണ്ടാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇതിലത്തെ വി എഫ് എക്സ് ഗംഭീരാണെന്ന്. സോ ടെക്നിക്കൽ സൈഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ബോത്ത് വിഷ്വലി ആൻഡ് വിസറലി സ്റ്റണ്ണിങ്. ഇത്രയൊക്കെ എലമെന്റ്സ് ആണ് ഈ ഒരു പടത്തിനെ ഗ്രേറ്റ് ആക്കുന്നത്. പക്ഷേ വാട്ട് മേക്സ് ദിസ് ഫിലിം എക്സെപ്ഷണൽ ഈസ് ഋഷഭ് ഷെട്ടി. നമുക്കൊരു സ്ക്രിപ്റ്റ് എഴുതാം, ഓക്കെ, നമുക്കതിനെ ഡയറക്റ്റ് ചെയ്യാം, ഓക്കെ. പക്ഷെ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി ഡയറക്റ്റ് ചെയ്ത് അതിൽ തന്നെ ഇത്രത്തോളം എഫേർട്ട് വേണ്ട, ഇത്രത്തോളം ഇൻറ്റൻസിറ്റി വേണ്ട ഒരു പെർഫോമൻസും കൂടി കാഴ്ചവെക്കുകയെന്ന് പറഞ്ഞാൽ ദാറ്റ് മസ്റ്റ് ബി എ മോൺസ്റ്റർ ഓഫ് എ പേഴ്സൺ. ഒരാൾക്ക് പോലും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഋഷഭ് ഷെട്ടി അച്ചീവ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പടത്തിലത്തെ ബിഹൈൻഡ് ദ സീൻസ് ഫുട്ടേജ് എടുത്ത് നോക്കിയാൽ നിങ്ങൾ പല ആൾക്കാർ പറയുന്നത് കാണാം. അതായത് അങ്ങേര് എടുത്തിട്ടുള്ള ആ ഒരു എഫേർട്ട് ഈ ഒരു പടത്തിലത്തെ ഓരോ സെക്കൻഡിലും എവിടെയാണ്. വെറുതെ കുറെ ബിഗ് ബഡ്ജറ്റ് താരങ്ങളുടെയും സ്റ്റാർസിന്റെ ഒക്കെ ഡേറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടി നല്ല ഊള പടങ്ങൾ പണി വെക്കുന്ന ആൾക്കാരോടാണ് ഞാൻ ഈ പറയുന്നത്. ഈ മനുഷ്യനെ നിങ്ങൾ കണ്ടുപിടിക്കും. ഓഫ് കോഴ്സ് ഒരാൾ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അതിലത്തെ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും ദേ ഓൾ നീഡ് ദെയർ കോൺട്രിബ്യൂഷൻസ്. പക്ഷേ അതിനൊക്കെ ലീഡ് ചെയ്ത് പോകണമെങ്കിൽ ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് മസ്റ്റ് ബി ദെയർ. ആൻഡ് ആ ഒരു ഡ്യൂട്ടി ഋഷഭ് ഷെട്ടി ചെയ്തത് അങ്ങേരുടെ ഏറ്റവും മാക്സിമം ലെവലിലേക്കാണ്. ഇതിൽ കൂടുതൽ അങ്ങേർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രൗഡായിട്ട് ഒരു ഇന്ത്യക്കാരനായിട്ട് പറയാം, ദിസ് ഈസ് സിനിമ. നിങ്ങൾ നോക്കിയോളൂ, ഈ ഒരു പടത്തിന് ആൾക്ക് ആ നാഷണൽ അവാർഡ് കിട്ടില്ല. ജവാനിൽ ഷാറുഖ് ഖാൻ കാണിച്ച ആ ഒരു ഊള പ്രകടനത്തിന് കിട്ടിയ പോലെ വേറെ ആരെങ്കിലും അത് കൊണ്ടുപോകും. പക്ഷെ ഋഷഭ് ഷെട്ടി ഈവൻ ദോ ഹി ഡിസേർവ്സ് ദ അവാർഡ്, അങ്ങേർക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം അങ്ങേര് ആ ഒരു ഓഡിയൻസ് റെസ്പോൺസിലൂടെ അങ്ങേര് പ്രൂവ് ചെയ്തു ദാറ്റ് അങ്ങേരുടെ ക്രാഫ്റ്റ് എന്നത്തേക്കും റെലവെന്റ് ആയിരിക്കും. വെദർ ദ നാഷണൽ അവാർഡ്സ് ആർ സ്റ്റിൽ റെലവെന്റ് ഓർ നോട്ട്. ഒരു റേറ്റിംഗ് കൊടുക്കാൻ പറഞ്ഞാൽ ഐ ഗിവ് ദിസ് എ 11 out of 10. കാരണം ഒരു 10-10 എനിക്ക് അത്രയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടൊരു പടം തന്നെയായിരുന്നു. പ്ലീസ് ഡു ഗോ വാച്ച് ദിസ് മൂവി ഇൻ ദ തിയേറ്റേഴ്സ്. ഈ ഒരു പടത്തിലത്തെ ഒരു എലമെന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ കൂടിയും ഋഷഭ് ഷെട്ടിയുടെ അങ്ങേര് ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു അത്രയധികം അതിഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടി മാത്രം നിങ്ങൾ ഈ പടത്തിന് ടിക്കറ്റ് എടുക്കുക, പോയി കാണുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിൽ കാച്ച് യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.